ദേശീയപാത 183-ൽ കൊടുകുത്തിക്ക് സമീപം ചാമപ്പാറ വളവിൽ വാഹനാപകടങ്ങൾ പതിവായിട്ടും അധികൃതർക്ക് നിസ്സംഗത. തീർത്ഥാടന കാലം ആരംഭിച്ച് ആഴ്ചകൾ പിന്നീട് മുമ്പേ 3 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപകടങ്ങൾ തുടർക്കഥയായിട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവർ വീഴ്ച വരുത്തുന്നതായും ആരോപണമുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് നിയന്ത്രണം വിട്ട് പാതയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കൽക്കൂട്ടത്തിൽ കയറി വാഹനം നിന്നതിനാൽ കുഴിയിലേക്ക് പതിക്കാതെ വൻ അപകടമാണ് വഴിമാറിയത്. നാളുകളായി ഈ കൊടുംവളവിൽ അപകടങ്ങൾ പതിവാണ്. നിരവധി ജീവനുകളും പൊലിഞ്ഞിട്ടുണ്ട്. ഈ വളവിൽ ആകെ അധികൃതർ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ മാർഗം പാതയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കല്ലുകൾ മാത്രമാണ്. പലപ്പോഴും വളവിൽ നിയന്ത്രണം വിടുന്ന വാഹനങ്ങൾ യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ടാണ് കരിങ്കൽ കൂട്ടത്തിൽ തട്ടി നിൽക്കുന്നത്. പാതയുടെ വശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കല്ലിൽ പാതിയും വാഹനാപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കുഴികളിൽ വീണ് കിടക്കുകയുമാണ്. അധികവും അപകടത്തിൽപ്പെടുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനയാത്രക്കാരാണ്. അപകട വളവ് എന്ന മുന്നറിയിപ്പ് നൽകുന്നതിനായി നാളുകൾക്ക് മുമ്പ് ഒരു സിഗ്നൽ ലൈറ്റ് പാതയ്ക്ക് സമീപം സ്ഥാപിച്ചിരുന്നെങ്കിലും 6 മാസം പിന്നീട് മുമ്പേ ഇത് മിഴിയടച്ചു. ശബരിമല തീർത്ഥാടന കാലത്താണ് ഏറ്റവും അധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. പാതയിലെ അപകട സാധ്യത മുന്നറിയിപ്പ് നൽകുന്നതിന് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലുള്ള സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും കരിങ്കൽ കൂനുകൾക്ക് പകരം സ്ഥിരമായ സുരക്ഷാ ക്രമീകരണം വളവിൽ ഒരുക്കണമെന്നുള്ള ആവശ്യത്തിന് നാളുകളുടെ പഴക്കവുമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.